തൃശൂരിലെ കൊലപാതക കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതികൾ ലഹരിക്ക് അടിമകൾ. ഇരുവരും കഞ്ചാവ് വലിക്കുകയും മദ്യപിച്ചിരുന്നതുമായാണ് പോലീസ് നൽകുന്ന വിവരം. മോഷണ കേസുകളിൽ ഉൾപ്പെടെ പിടിക്കപ്പെട്ടിട്ടുള്ള ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അരമണിക്കൂറിലധികം വാക്കുതർക്കമുണ്ടായ ശേഷമാണ് 14 വയസ്സുകാരൻ ലിവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, പുതുവർഷത്തലേന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു. 14-കാരൻ ഒരു കൊലപാതക കേസിൽ പ്രതിയാകുക, വാക്കുതർക്കത്തിനൊടുവിൽ കത്തിയെടുത്ത് കൊലപാതകം നടത്തുക മുതലായ കാര്യങ്ങൾ. ലഹരിക്ക് അടിമപ്പെട്ടതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള 2 പ്രതികളും എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണോ? വിവരങ്ങൾ എന്താണ്? അപർണ, ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ 14 വയസ്സുള്ള 2 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് പ്രകാരം ഈ 2 വിദ്യാർത്ഥികളും ഇന്നലെ തേക്കിൻകാട് മൈതാനിയിലിരുന്ന് ലഹരി ഉപയോഗിക്കുകയായിരുന്നു. ഈ ചോദ്യം ചെയ്തായിരുന്നു ലിവിൻ അവിടെ എത്തിയത്. 30 വയസ്സായിരുന്നു ലിവിൻ. ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തേക്കിൻകാട് മൈതാനിയിൽ വലിയ തിരക്കുകൾ സാഹചര്യമായിരുന്നു. ലിവിൻ ഇവരിരിക്കുന്നത് കണ്ട്, സിഗരറ്റ് വലിക്കുന്നത് കണ്ട് ലഹരിയാണോ ഉപയോഗിച്ചതെന്ന് ചോദിച്ചിരുന്നു. ഇതാണ് ഈ കുട്ടികൾക്ക് വൈരാഗ്യമുണ്ടാകാൻ കാരണം. ഇവരൊരു അരമണിക്കൂറോളം ലിവിനുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ലിവിനെ നെഞ്ചത്ത് ആഞ്ഞു കുത്തുകയുമായിരുന്നു. ആ കുത്തിൽ തന്നെ ലിവിൻ മരിക്കുന്ന സാഹചര്യമായിരുന്നു. ആദ്യ സമയത്ത് ഈ വിദ്യാർത്ഥികളെ പിടികൂടുന്ന സമയത്ത് പോലീസിനോട് പറഞ്ഞത് ലിവിന്റെ കയ്യിലായിരുന്നു കത്തി. അത് ഞങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി, ഞങ്ങളെ ആക്രമിക്കുന്ന സമയത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടി കുത്തി കൊലപ്പെടുത്തിയതായിരുന്നു എന്നായിരുന്നു ആദ്യം ഈ വിദ്യാർത്ഥികൾ പറഞ്ഞത്. പക്ഷെ പോലീസ് അപ്പോഴും ഇത് കാര്യമായി എടുത്തില്ല. പിന്നീട് 2 വിദ്യാർത്ഥികൾ പറയുന്നതിലും മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് പോലീസിന് സംശയം തോന്നിയത്. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം വെളിവാകുന്നത്. ഇതിൽ നിന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത്. വിദ്യാർത്ഥികളെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. അത് സഹപാഠിക്ക് നേരെ കത്തി വീശിയതിന്റെ പേരിലായിരുന്നു സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. അതോടൊപ്പം ഇവർ ലഹരി ഉപയോഗിക്കുമായിരുന്നു. കഞ്ചാവും MDMA പോലുള്ള മാരക ലഹരികൾ ഇവർ ഉപയോഗിക്കുമായിരുന്നു. ഇവർ ഈ 2 പേരും സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരേ സ്കൂളിൽ പഠിച്ചതല്ല. രണ്ടുപേരും 2 സ്കൂളുകളിലാണ് പഠിച്ചത്. പക്ഷെ ഇവർ സുഹൃത്തുക്കളായത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയക്കാരാകുന്നത്. പിന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടാണ് ഇവർ സുഹൃത്തുക്കളാകുകയും ചെയ്തിരുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ കഞ്ചാവുമായി പിടികൂടുമ്പോഴൊക്കെ കേൾക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് പറയുന്നത്, കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ കുട്ടികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘങ്ങളാണ് പിടികൂടുന്നതെന്ന്. എന്തായാലും അതിൽ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ കൂടി ഇതിൽ ഈ ഒരു കൊലപാതകത്തിൽ പങ്കുചേരുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ അമിതമായ ലഹരി ഉപയോഗത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ കുടുംബ പശ്ചാത്തലവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് ഒരു ഗുണ്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലവുമൊക്കെ ഇവിടെ ഏറെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നൊക്കെ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്താക്കുകയും മാതാപിതാക്കളോടൊക്കെ പറയുകയും ചെയ്തു. അവർ ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കിയെങ്കിൽ പോലും അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം 2-3 ദിവസം ലഹരി ഉപയോഗിച്ചില്ല. പിന്നീട് വീണ്ടും ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതായിരുന്നു. എന്തായാലും വലിയ ഒരു വാർത്ത തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പുതിയ തലമുറ ഈ ലഹരികൾക്കൊക്കെ അടിമപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പലതവണ പറയുകയും കേൾക്കുകയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ സാഹചര്യത്തിലാണ് ഈ ലഹരിയിൽ അടിമപ്പെട്ട് ഇത്തരത്തിൽ വലിയൊരു കൊലക്കുറ്റം ചെയ്യാൻ പോലും ഈ യുവാക്കളെ നയിക്കുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും പോലീസ് ഇവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. ലഹരിക്കൊപ്പം തന്നെ നേരത്തെ തന്നെയും അത്തരം ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടവർ, അത് ഏത് തരത്തിലാണ്? ഈ 14-15 വയസ്സിലെത്തുന്നതിന് മുമ്പ് ആ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം അത് ഏത് തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്? ഇവർ മോഷണ ശ്രമങ്ങളിലും നടത്തിയിട്ടുണ്ട്. ഇവർ മോഷണ കുറ്റങ്ങളും ഒക്കെ പോലീസ് ഇവരുടെ പേരിൽ മുമ്പ് ഇവരെ പിടികൂടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഈ പ്രായത്തിന്റെ കാര്യം പരിഗണിച്ചുകൊണ്ട് ഇവരെ വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് പോലീസ് ഇവരെ വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു. ഇതൊക്കെ തന്നെയാണ്
കുട്ടികളെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള മോഷണവും അല്ലെങ്കിൽ ഈ കൊലപാതകവും ഒക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഇവരുടെ വയസ്സിന്റെ ഇവരുടെ പ്രായത്തിന്റെ ആനുകൂല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇവരൊരു കൊലപാതകത്തിലേക്ക് ഇവരെ എത്തിക്കുന്നത്. ഇവരുടെ പശ്ചാത്തലം അതോടൊപ്പം മുൻപ് നടത്തിയ ക്രിമിനൽ ഈ മോഷണ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ളവയിലും ഇവരുടെ പേരിൽ ഉണ്ടെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അടുത്ത നടപടി എന്നാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതിനാൽ ഈ ആദ്യം ഡി അഡിക്ഷൻ സെന്ററിലും പിന്നീട് ഈ ജുവനൈൽ ഹോമിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ പോലീസാണ് ഇത് വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും നിയമവിദഗ്ധരുടെ ഒക്കെ ഉപദേശം തേടിയതിനു ശേഷം കുട്ടികളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാനായിരിക്കും പോലീസ് ആദ്യം ചെയ്യുക. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇവർ മുമ്പ് മോഷണ ശ്രമങ്ങളൊക്കെ ഈ 2 കുട്ടികളെ മാത്രമാണോ ഇതിനകത്ത് നിർത്തിയിരിക്കുന്നത്? ഇവർ വേറെ കുട്ടികളെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് എന്നുള്ള വിവരമൊക്കെ ഉണ്ടായിരുന്നു. അതായത് മറ്റ് ഏതെങ്കിലും കുട്ടികളുടെ മൊഴിയെടുക്കലോ മറ്റോ ഉണ്ടോ? അപ്പം അതിലിപ്പോഴും ചില വ്യക്തത കുറവുണ്ട്. കാരണം ആദ്യം പറഞ്ഞിരുന്നത് ഇവർ പെൺകുട്ടികളുമായി അവിടെ എത്തുകയും ഈ മൈതാനത്ത് എത്തുകയും അത് ചോദ്യം ചെയ്താണ് ഈ ലിവിൻ ഇവരുമായി വാക്കുതർക്കം ഉണ്ടായത്. ഇതിൽ നിന്നും സ്ത്രീകളെയൊക്കെ ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലിവിനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കുത്തിയതെന്നായിരുന്നു ഈ 14 വയസ്സുള്ള 2 വിദ്യാർത്ഥികളും പറഞ്ഞത്. പക്ഷേ ഈ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെയാണ് പിന്നീട് പോലീസിന് ഒരു സംശയം നിൽക്കുന്നത്. എന്നാലും നിലവിൽ ഈ പെൺകുട്ടികൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നോ അതോ ഇവർ തന്നെ മെനഞ്ഞ കഥയാണോ, ഇതിലൊക്കെ കുറച്ച് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസാണ് ഇതിലൊരു